ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ വരച്ച കുറച്ച് ഡ്രോയിങ്സിൻ്റെ വീഡിയോ ആയിട്ടാണ്. കുറേ ഞാൻ ഈ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നു. ഇപ്പോഴാണ് ഒന്ന് എടുക്കാൻ പറ്റിയത്. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാൻ കുറേ കാലമായിട്ട് വരച്ച കുറച്ച് ചെറിയ ചെറിയ ഡ്രോയിങ്സ് ആണ്. അതിൻ്റെ കുറച്ച് പെർഫെക്ഷൻസ് ഒന്നും ഉണ്ടാവില്ല അത്രയ്ക്കൊന്നും. എന്നാലും ഞാൻ ഇങ്ങനെ ചെറുപ്പത്തിൽ വരച്ചതും ഇപ്പോൾ വരച്ചതും ഇപ്പോൾ ഞാൻ വരച്ച കുറച്ച് ഡ്രോയിങ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ ഇതാണ് ഞാൻ വരച്ചത്തെ ഒരു ഡ്രോയിങ്. ഞാൻ വന്ന ഡ്രോയിങ്സ് ആണ് ഇതൊക്കെ. നല്ല ഡ്രോയിങ്സ് നോക്കി എടുത്തു വെച്ചാണ് കേട്ടോ. കുറേയൊക്കെ നല്ലതല്ലാത്തതുകൊണ്ടായിരുന്നു, പക്ഷേ ഇതാണ് എനിക്ക് കുറേ നല്ല ഡ്രോയിങ്സ്. ഇനിയുണ്ട് കേട്ടോ, കുറേ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ കാർട്ടൂണുമായി ബന്ധപ്പെട്ട ആദ്യം ടോം ആൻഡ് ജെറിത്തെ നമ്മുടെ ജെറിമോനാണേ. എനിക്ക് ടോം ആൻഡ് ജെറി നല്ല ഇഷ്ടമാണ് ചെറുപ്പത്തിലൊക്കെ. അപ്പോൾ ഞാൻ ജെറിമോനെ വരച്ചതാണ് കേട്ടോ. ഇത് നിങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ളതിന്. പിന്നെ നമ്മുടെ മിക്കി മൗസ് ആണ് ഇത് ഗൈസ്. ഇത് എൻ്റെ പട്ടിക്കുട്ടിയാണ്. പക്ഷേ പട്ടിക്കുട്ടി മരിച്ചു പോയി. അപ്പോൾ എനിക്ക് നല്ല സങ്കടം വന്നിട്ട് അപ്പോൾ ഞാൻ വരച്ചതാണ് എൻ്റെ പട്ടിക്കുട്ടീനെ. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ സെക്ഷൻ. ഇനി അടുത്തത് കാണിച്ചു തരാം ഗൈസ്. ഇത് ദൈവങ്ങളായിട്ട്. ഇനി അടുത്തത് ദൈവങ്ങളുടെ ചിത്രമാണ് കേട്ടോ. കുറേ ദൈവങ്ങൾ വരച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമ്മളുടെ കൃഷ്ണ ഭഗവാനാണേ. ഇതും അതെ, കൃഷ്ണനും രാധയും. ഇത് ഗണപതി ഡമരു മൂഷികൻ. ഇത് അച്ഛനും മകളും മാനത്ത് നോക്കി നിൽക്കുന്നത്. ഇത് നമ്മളുടെ കുതിരച്ചേട്ടൻ പുല്ല് തിന്നുന്നു. പൂമ്പാറ്റകളൊക്കെ അത് കാണാൻ വന്ന് നിൽക്കുക. ഇതാണ് എൻ്റെ പൂച്ചക്കുട്ടി. ഇത് ഞാൻ കളർ കൊടുത്ത് കുറച്ചുകൂടി നന്നായി വരച്ചത്. ഇത് കളറൊന്നും കൊടുത്തിട്ടില്ല, വെറുതെ ഷെയ്ഡ് ഇതാണ് കേട്ടോ. ഞാൻ കിട്ടാത്ത കാരണം വരച്ച തന്നെ ഒന്നുകൂടി വരയ്ക്കും. അപ്പോൾ അത് നന്നായി ഇത് പറഞ്ഞപ്പോൾ എടുത്തതാണ്. നമ്മളെ പൂമ്പാറ്റ അവിടെ ഉണ്ട് കേട്ടോ. ഇത് അത്ര വലിയ അതൊന്നും ആയിട്ടില്ല. ഡോറയാണ്. ചിലപ്പോൾ ചിലവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല, അതുകൊണ്ട് പറഞ്ഞതാണ് ഡോറ. ഇതും അതെ, വേറൊരു ഡോറ. അനീത്തിയുടെ കളറിംഗ് ബുക്ക് നോക്കി വരച്ചതാണ് ഗൈസ്. ഇതൊരു കൊച്ചു പയ്യനാണ്. അവൻ പുസ്തകം വായിക്കുകയാണ് കേട്ടോ. നമ്മളുടെ വള്ളംകളി ഓണത്തിന് വരച്ചതാണ്. വള്ളംകളി, ഇവര് വള്ളം തൊഴിയാണ്. ഇതാണ് നമ്മുടെ ഗാന്ധി ജയന്തിക്ക് ഞാൻ വരച്ചത്. ഗാന്ധിജിയാണ് കേട്ടോ. കുറച്ച് കൂടി നന്നാവാനുണ്ട്. വടി കുത്തി നിൽക്കുന്ന പോലെ വരച്ചതാണ്. ഇനി നമ്മുടെ കാറുകളുടെ ലോകത്തിലേക്ക് കിടക്കാം. ഞാനൊരു കാർ ഭ്രാന്തനാണ്, അതുകൊണ്ട് ഒരുപാട് കാറ് വരച്ച് വെച്ചിട്ടുണ്ട്. ഇനിയും കുറേ കാറുകളുണ്ട്. ഇത് വെറും ഒരു അത്രയ്ക്കൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. റിമോട്ട് കൺട്രോൾ കാറിൻ്റെ പെട്ടി നോക്കി വരച്ചതാണ്. BMW കാർ കേട്ടോ. ഇത് നമ്മുടെ ഹുണ്ടയുടെ വെന്യൂം എക്സ്റ്ററും. ഇത് ഞങ്ങളുടെ കാറായിട്ടില്ല, റെനോൾഡിൻ്റെ ഡ്രൈവർ കാറ്. പിന്നെ ഇത് ഫുട്ബോളിൻ്റെ സമയത്ത് വരച്ചതാണ്. ഷോക്കർ ഫുട്ബോളിൻ്റെ ഇത് ലോഗോ ആണ്. കുറച്ചുകൂടി ശരിയാവാനുണ്ടായിരുന്നു. ഇനി നമ്മളുടെ സൂപ്പർ ഹീറോസിൻ്റെ ലോകത്തിലോട്ട് കിടക്കാം. നമ്മുടെ പവർ റേഞ്ചറാണ് കേട്ടോ. ഇത് ഒന്നുകൂടി പെർഫെക്ഷൻ വന്നത് ഇതാണ്, പവർ റേഞ്ചേഴ്സിൻ്റെ. ഇത് നമ്മളുടെ മാർവലിൻ്റെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരാളായിരിക്കും, ക്യാപ്റ്റൻ അമേരിക്കയാണ്, അവഞ്ചേഴ്സിൻ്റെ. ഇത് എടാ മോനെ, ഇത് നമ്മളുടെ രംഗൻ ചേട്ടനാണ്. ആവേശത്തെ എപ്പോഴും അപ്പം നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഡ്രോയിങ് ആയിരുന്നു. അപ്പോൾ ഞാനൊന്ന് വെറുതെ വരച്ചതാണ്. അത്രയ്ക്കൊന്നും ശരിയായിട്ടില്ലെങ്കിലും എനിക്ക് വരയ്ക്കാൻ നല്ല പാടുപെട്ടു. എങ്ങനെയൊക്കെയോ വരച്ചെടുത്തതാണ്. ഇത് നമ്മളുടെ ഒരു മാസ്ക് വെച്ച് നിൽക്കുന്ന ബോയാണ് വെറുതെ വരച്ചത്. ഇത് നമ്മളുടെ ഗോഗു ആണ് കേട്ടോ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ് ഗോഗു. ഇത് ഞാൻ കുറച്ച് നേരത്തെ കാണിക്കുന്നതായിരുന്നു. ഇത് നമ്മളുടെ വേറൊരു പവർ റേഞ്ചറാണ്. അത്രയ്ക്ക് ഇതൊന്നും ആയിട്ടില്ല, പെർഫെക്ഷൻ ഒന്നുമില്ല, എന്നാലും വെറുതെ. ഇത് അടുത്ത ആൾ പവർ റേഞ്ചേഴ്സിന് തന്നെ ഒരു സ്പേസ്ഷിപ്പിൻ്റെ ഒരു ഇതിൽ നിൽക്കുന്നത് പോലെ. ഇത് നമ്മളുടെ ഒരു ഗ്രാമം, ഒരു മ്യൂസിക് കേട്ട് നിൽക്കുന്ന ബോയാണ്. എൻ്റെ കൂട്ടുകാരനെ നോക്കി വരച്ചതാണ് കേട്ടോ, സ്കൂളിൽ നിന്ന്. ഇതെൻ്റെ റോൾസ് റോയ്സ് കാറ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു കാർ ഭ്രാന്തനാണ് ഞാൻ, അതുകൊണ്ട് വരച്ചതാണ് റോൾസ് റോയ്സ്. ഇത് ഓണത്തിന് വരച്ചതാണ്.
കഥകളി പറ്റുന്ന പോലെ വരച്ചതാണ്. ഇത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ആളാണ് സ്പൈഡർമാൻ. അപ്പോൾ മറ്റേ സ്പൈഡർമാനാണ് തൊപ്പിട്ട് നിൽക്കുന്ന ആളാണ്. ഗൈസ്, അപ്പോൾ ഇത് ഇപ്പോൾ ഞാൻ വരച്ചത് ചെറിയ ചെറിയ ഡ്രോയിങ്സ് ആണ് കേട്ടോ. ഇതൊക്കെ എൻ്റെ ഇനി നിങ്ങൾക്കിത് ഇഷ്ടമായ നിങ്ങൾ എനിക്കിതിന് കുറച്ചുകൂടി സപ്പോർട്ട് തന്നാൽ ഞാൻ ഇനിയും ഇതിനേക്കാളും നന്നായിട്ട് ഞാൻ വരയ്ക്കാൻ ശ്രമിക്കും. ഇത് ഞാൻ ഇപ്പോൾ അത്രയും പെർഫെക്ഷൻ വരുന്നില്ല എന്നോട് പറയാണ്, കാരണം എനിക്ക് അത്രയ്ക്കും വരയ്ക്കാറില്ല. ഞാൻ എന്നെ ഇപ്പോൾ വീട്ടുകാർ സപ്പോർട്ട് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇപ്പോൾ വരച്ചു തരുന്നത്. നിങ്ങളുടെ കൂടി സപ്പോർട്ട് എനിക്ക് കിട്ടിയാൽ ഞാൻ ഇനിയും നന്നായി വരയ്ക്കാൻ ശ്രമിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡ്രോയിങ് ഒക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും കമൻറ്റ് ചെയ്യാൻ നോക്കുന്നതായിരിക്കും. അപ്പോൾ പിന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കല്ലേ. ബൈ.